ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Bloomtasteandtips. വീഡിയോയിൽ നിന്ന് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രോസൺ യോഗർട്ട് ബാർക്ക് ആയാലോ. ഇത് അധികം പുളിപ്പില്ലാത്ത തൈര് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സ്വാദിഷ്ടമായിട്ടുള്ള ബാർക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്കായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് അധികം പുളിപ്പില്ലാത്ത 2 കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റും കൂടെ ചേർത്ത് ഒരു തടിത്തവിയോ പാച്ചിലയോ വിസ്കോ ഉപയോഗിച്ച് ഇതിന്റെ കട്ടകളെല്ലാം നന്നായി ഉടച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ മിക്സായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത് 1/4 കപ്പ് വീതം ബെറീസും ചോക്കോ ചിപ്സും ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ടോപ്പിംഗ്സ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം പാർച്ച്മെന്റ് പേപ്പറിൽ ലൈൻ ചെയ്ത ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് യോഗർട്ട് മിശ്രിതം ചേർത്ത് സ്പാച്ചില ഉപയോഗിച്ച് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്യുമ്പോൾ തീരെ തിന്നാകാൻ പാടില്ല, കുറച്ച് കട്ടി കൂടി പോയാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ബെറീസും ചോക്കോ ചിപ്സും പിസ്തയും ഇതിന് മുകളിലൂടെ വിതറി കൊടുക്കാം. അങ്ങനെ ഇവിടെ ബെറീസ് നട്ട്സ് ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം 3 തൊട്ട് 4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് നല്ല ഫ്രോസൺ ആക്കി എടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ ഫ്രോസൺ യോഗർട്ട് ബാർക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടനെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ എപ്പോഴും ലഭ്യമായ ഒരു വിഭവമാണല്ലോ തൈര്. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ വെച്ച് ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്നാക്കിന് പകരം ഇത് കഴിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.